മലയാള നോവൽ സാഹിത്യശാഖ മറ്റേത് ലോക ഭാഷകളിലെ നോവൽ ശാഖയോടും കിടപിടിക്കുന്ന വിധത്തിൽ നവീനവും ആധുനികവുമാണ്. ഏറ്റവും പുതിയ കാലത്തിൻ്റെ പ്രശ്ന സങ്കീർണതകളെ ആവിഷ്കരിക്കാൻ തക്ക കരുത്തും സൗന്ദര്യവും മലയാള നോവലിനുണ്ട്. പ്രതിഭാശാലികളായ ഒട്ടേറെ പേർ നോവൽ ശാഖയ്ക്ക് മികച്ച സംഭാവനകൾ നൽകി വന്നു. ശരാശരി മലയാളി വായനക്കാർ ഏറ്റവുമധികം ആശ്രയിക്കുന്നത് നോവലുകളെയാണ്. കേരളത്തിൽ ജനകീയ വായനയുടെ അടിത്തറയും ആകാശവും ഒരുക്കിയത് നോവലുകളാണ്. നോവലുകളിലൂടെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഒരു പടയോട്ടം തന്നെ കേരളത്തിൽ അരങ്ങേറി. പരിഷ്കൃതിയുടെയും പുരോഗമനത്തിൻ്റെയും ആദ്യത്തെ പതാകവാഹകരായിരുന്നു നോവലിസ്റ്റുകൾ. നോവലുകൾ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ജീർണതകളെ ചോദ്യം ചെയ്തു. യാഥാസ്ഥിതിക നിയമസംഹിതകളെ മാറ്റിപ്പണിയുകയും ചെയ്തു. പ്രബുദ്ധമായ ഒരു ജനത എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കാൻ കേരളീയർക്ക് ഉൾക്കരുത്തു പകർന്നത് നോവലുകളാണെന്ന് പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആവിർഭാവത്തോടെയാണ് നോവൽ എന്ന സാഹിത്യരൂപം മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത്. നോവലിൻ്റെ ആദ്യ രൂപങ്ങൾ എന്ന് കരുതപ്പെടുന്ന സാഹിത്യ രചനകളിൽ നിന്നാണ് ഇന്ദുലേഖ 1889 ആദ്യ മലയാള ഭാഷാ നോവലായി പിറവിയെടുക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായ ഗദ്യഭാഷാ ശൈലിയുടെയും പത്രമാസികകളുടെ ആവിർഭാവത്തിൻ്റെയും ഫലമായാണ് നോവൽ എന്ന സാഹിത്യ വിഭാഗം നിലവിൽ വന്നത്. 1847 മുതൽ 1887 കാലഘട്ടം വരെ 12 കഥാഖ്യാന കൃതികൾ മലയാളത്തിൽ ഉണ്ടായെങ്കിലും ഇവയൊന്നും നോവൽ എന്ന ഗണത്തിൽപ്പെട്ടിരുന്നില്ല. ആർച്ച് ഡീക്കൻ കോശി എഴുതിയ പരദേശി മോക്ഷയാത്ര 1847 കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടം 1860 മിസിസ് കോളിൻസിന്റെ ഘാതകവധം 1872 ആർച്ച് ഡിക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു 1822 അപ്പുനെടുങ്ങാടിയുടെ കുന്തലത 1887 പുറത്തിറങ്ങുകയുണ്ടായി. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഒ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ ചരിത്ര നോവലുകളെ തുടർന്ന് അപ്പൻ തമ്പുരാൻ, കെ നാരായണ ഗുരുക്കൾ, കാരാട്ട് അച്യുതമേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, മുത്തിരങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാട് എന്നിവരും നോവൽ രംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകി. ഇംഗ്ലണ്ടിൽ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലി ബീക്കൻസ് ഫീൽഡ് എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഹെൻറിറ്റ ടെമ്പിൾ എന്ന നോവലാണ് ഉയ്യാരത്തു ചന്തുമേനോനെ ഇന്ദുലേഖ എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്രണയത്തിൻ്റെ മധുരോദാരമായ അനുഭൂതികളെയും അനുഭവങ്ങളെയും കാൽപ്പനികതയുടെ ഉദാത്തമായ വരദാനമായി ചിത്രീകരിക്കുന്ന ഇന്ദുലേഖ മണിപ്രവാള കാലത്തെയും വെൺമണിക്കാലത്തെയും മാംസനിബദ്ധമായ രാഗത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മലയാള സാഹിത്യത്തെ രക്ഷിച്ച് മാറ്റിയ ഗദ്യകാവ്യമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ നടപ്പായ ഗദ്യഭാഷാക്രമത്തിൻ്റെയും കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെയും പത്രമാസികകളുടെ ആവിർഭാവത്തിൻ്റെയും ഫലമായ പുതിയ ആശയാന്തരീക്ഷമാണ് നോവൽ എന്ന സാഹിത്യരൂപം മലയാളത്തിൽ ആവിർഭവിക്കാൻ കാരണമാകുന്നത്. 1889 ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി പിറവിയെടുക്കുന്നു. ഇന്ദുലേഖയ്ക്ക് ശേഷം എഴുതിയ ശാരദ പൂർത്തിയാക്കും മുമ്പേ ചന്തുമേനോൻ അന്തരിച്ചു. 1891 CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ കൂടി പ്രസിദ്ധീകരിച്ചതോടെ മലയാള നോവൽ സാഹിത്യത്തിന് ബലിഷ്ഠമായ അടിത്തറ ഒരുങ്ങി. പടിഞ്ഞാറേ കോവിലകത്ത് അമ്മാമൻ രാജയുടെ ഇന്ദുമതി സ്വയംവരം 1890 C ചാത്തുനായരുടെ മീനാക്ഷി 1890 പോത്തേരി തൊമ്മൻ അപ്പോത്തിക്കിരിയുടെ പരിഷ്കാരപൊതി 1892 കിഴക്കേപ്പാട്ട് രാമൻ മേനോന്റെ പറങ്ങോടി പരിണയം 1892 കോമാട്ടിൽ പാണ്ഡുമേനോന്റെ ലക്ഷ്മി കേശവം, C അന്തപ്പായിയുടെ 4 പേരിലൊരുത്തൻ തുടങ്ങിയവ 1893
കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ അക്ബർ 1894 ജോസഫ് മുളിയലിൻ്റെ സുകുമാരി 1897 പുറത്തിറങ്ങിയ മറ്റു നോവലുകളാണ്. ഇന്ദുലേഖ എന്ന പൂത്തുലഞ്ഞ തണൽമരം നട്ടുവളർത്തിയ ചന്തുമേനോനു പിന്നാലെ വന്ന CV രാമൻപിള്ള വടവൃക്ഷങ്ങളാണ് സൃഷ്ടിച്ചത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ ആധാരമാക്കിയുള്ള മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിവയും സാമൂഹിക നോവലായ പ്രേമാമൃതവുമാണ് CV-യുടെ നോവലുകൾ. ദർശനത്തിൻ്റെയും രചനാവൈഭവത്തിൻ്റെയും അസാധാരണത്വം കൊണ്ട് ധർമ്മരാജയും രാമരാജ ബഹദൂറും നിത്യവിസ്മയങ്ങളായി ഉയർന്നു നിൽക്കുന്നു. CV-യുടെ സ്വാധീനതയാൽ ഒട്ടേറെ ചരിത്ര നോവലുകൾ പിന്നീടുണ്ടായി. കാരാട്ട് അച്യുതമേനോൻ്റെ വിരുദൻ ശങ്കു, K. നാരായണ ഗുരുക്കളുടെ പാറപ്പുറം, അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ, അമ്പാടി നാരായണ പൊതുവാളിൻ്റെ കേരളപുത്രൻ, T. രാമൻ നമ്പീശൻ്റെ കേരളേശ്വരൻ തുടങ്ങിയവയാണ് CV-ക്ക് ശേഷം വന്ന നോവലുകൾ. നാരായണ ഗുരുക്കളുടെ ഉദയഭാനു, പാറപ്പുറം എന്നിവ ആദ്യത്തെ രാഷ്ട്രീയ നോവലുകളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കരമേനോൻ കേശവക്കുറുപ്പിൻ്റെ മാധവക്കുറുപ്പ്, OM ചെറിയാൻ്റെ കാലൻ്റെ കൊലയറ, അനന്തപത്മനാഭ പിള്ളയുടെ വീരപാലൻ, ചേലനാട്ട് അച്യുതമേനോൻ്റെ അജ്ഞാത സഹായി തുടങ്ങിയ അപസർപ്പക നോവലുകളും തുടർന്നുണ്ടായി. കപ്പന കൃഷ്ണമേനോൻ്റെ ചേരമാൻ പെരുമാൾ, KM പണിക്കരുടെ കേരളസിംഹം, പള്ളത്തുരാമൻ്റെ അമൃതപുളിനം, C. കുഞ്ഞിരാമമേനോൻ്റെ വെളുവക്കമ്മാരൻ തുടങ്ങിയ ചരിത്ര നോവലുകളും ഇക്കാലത്തുണ്ടായി. മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ അപ്പൻ്റെ മകൾ നമ്പൂതിരി സമുദായത്തെ കേന്ദ്രമാക്കി സാമൂഹിക നോവലിൻ്റെ മാതൃക അവതരിപ്പിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ശാസ്ത്രരംഗത്തുണ്ടായ ആഗോള മുന്നേറ്റങ്ങൾ, ലോക സാഹിത്യത്തിലെ പരിവർത്തനങ്ങളുമായുള്ള പരിചയം തുടങ്ങിയ ഘടകങ്ങൾ 1930 തൊട്ട് മലയാള സാഹിത്യത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങി. സാഹിത്യ വിമർശകനായ കേസരി ബാലകൃഷ്ണപിള്ള ലോക സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത, സാഹിത്യ ദർശനം തുടങ്ങിയവയെക്കുറിച്ചെഴുതിയ പ്രബന്ധങ്ങൾ ഭാവനാ പരിവർത്തനത്തിന് ആക്കം കൂട്ടി. ചെറുകഥകളിലാണ് ഈ മാറ്റം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. സാമൂഹിക യാഥാർത്ഥ്യത്തെ അതേപടി ആവിഷ്കരിക്കുന്ന യഥാതഥ സമ്പ്രദായം എന്ന റിയലിസത്തോട് താൽപ്പര്യം കാട്ടിയ ഒരു സംഘം എഴുത്തുകാർ 1940കളിൽ രംഗത്തു വന്നു. P. കേശവദേവ്, തകഴി, SK പൊറ്റക്കാട്, ഉറൂബ് തുടങ്ങിയവരായിരുന്നു റിയലിസ്റ്റുകളിൽ പ്രമുഖർ. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്നിവയോടെ മലയാളത്തിലെ യഥാതഥ നോവൽ ശാഖ ആരംഭിച്ചു. തകഴിയുടെ തോട്ടിയുടെ മകൻ കൂടിയായപ്പോഴേക്കും അത് ശക്തമായൊരു പ്രസ്ഥാനമായി മാറി. സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ മനുഷ്യരുടെ ക്ലേശഭരിതമായ ജീവിതമായിരുന്നു റിയലിസ്റ്റുകളുടെ പ്രമേയം. ദരിദ്ര കർഷകരും തെണ്ടികളും തോട്ടികളും റിക്ഷത്തൊഴിലാളികളും ചുമട്ടുകാരും ദളിതരും ആ നോവലുകളിൽ നായകരായി. മുമ്പ് ശീലമില്ലാത്തതായിരുന്നു ഈ കഥാപാത്ര ലോകം. കേശവദേവിൻ്റെ പ്രധാന നോവലുകളിൽ ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, അയൽക്കാർ, മാതൃഹൃദയം, ഒരു രാത്രി, കുഞ്ചുകുറുപ്പിൻ്റെ ആത്മകഥ, നടി, ആർക്കുവേണ്ടി, ഉലയ്ക്ക, കണ്ണാടി, പ്രേമവിഡ്ഢി, എങ്ങോട്ട്, ത്യാഗിയായ ദ്രോഹി, സുഖിക്കാൻ വേണ്ടി തുടങ്ങിയവ ശ്രദ്ധേയമാണ്. തകഴിയുടെ നോവലുകളായ പതിതപങ്കജം, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, ചെമ്മീൻ, ഔസേപ്പിൻ്റെ മകൾ, 5 പെണ്ണുങ്ങൾ, ജീവിതം സുന്ദരമാണ് പക്ഷേ, ചുക്ക് ധർമ്മനീതിയോ, ഏണിപ്പടികൾ, നുരയും പതയും, കയർ, കോടിപ്പോയ മുഖങ്ങൾ, ആകാശം, ബലൂണുകൾ എന്നിവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. മലയാള നോവൽ സാഹിത്യത്തിന് മറ്റൊരു മുഖം നൽകിയ വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബാല്യകാല സഖി, ൻ്റുപ്പൂപ്പാക്കൊരാനുണ്ടാർന്നു, മരണത്തിൻ്റെ നിഴലിൽ, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, താരാ സ്പെഷ്യൽസ്, ആനവാരിയും പൊൻകുരിശും, മാന്ത്രിക പൂച്ച, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ശിങ്കിടി മുങ്കൻ തുടങ്ങിയവ മലയാള സാഹിത്യത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന രചനകളാണ്. SK പൊറ്റക്കാടിൻ്റെ വിഷകന്യക, നാടൻ പ്രേമം, പ്രേമശിക്ഷ, മൂടുപടം, ഒരു തെരുവിൻ്റെ കഥ,
ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയവ മലയാള നോവൽ സാഹിത്യം ചർച്ച ചെയ്യപ്പെട്ട കൃതികളായിരുന്നു. ഉറൂബിൻ്റെ ആമിന, മിണ്ടാപ്പെണ്ണ്, കുഞ്ഞമ്മയും കൂട്ടുകാരും, മൗലവിയും ചങ്ങാതിമാരും, ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, അമ്മിണി തുടങ്ങിയ നോവലുകൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ചെറുകാട് NK കൃഷ്ണപിള്ള, K ദാമോദരൻ, ജോസഫ് മുണ്ടശ്ശേരി തുടങ്ങിയവരും ഈ പ്രസ്ഥാനത്തിൽ നോവലുകൾ എഴുതിയവരാണ്. കോവിലൻ്റെ തോറ്റങ്ങൾ, ഹിമാലയം, A-B, പാറപ്പുറത്തിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അരനാഴിക നേരം, മകനെ നിനക്കുവേണ്ടി, പണിതീരാത്ത വീട് തുടങ്ങിയവ മലയാള നോവൽ സാഹിത്യം ചർച്ച ചെയ്യപ്പെട്ട കൃതികളാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ അടുത്ത ദശകം നോവലിസ്റ്റുകളിൽ പ്രത്യാശാശൂന്യതയുടെ കാലമാണ് പ്രതിഫലിപ്പിച്ചത്. പുതിയൊരു സാമൂഹ വീക്ഷണവും അന്തർമുഖത്വവും വിഷാദവും നോവലുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആഖ്യാന രീതിയിലും മാറ്റം വന്നു. വ്യക്തിയുടെ ആത്മസത്തയും അതിൻ്റെ പ്രതിസന്ധികളും സമൂഹവുമായി വ്യക്തിമനസ്സ് നടത്തുന്ന ഏറ്റുമുട്ടലുകളും പ്രമേയമായി. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് ഈ രൂപഭാവ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു. MT സൃഷ്ടിച്ച നോവലുകൾ വ്യാപകമായ ജനപ്രീതിയും നിരൂപക പ്രശംസയും നേടി. അസുരവിത്ത്, കാലം, മഞ്ഞ്, രണ്ടാമൂഴം, വാരണാസി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും, ഞാനെന്ന ഭാവം, NP മുഹമ്മദിൻ്റെ ഹിരണ്യകശിപ്പു, മരം, എണ്ണപ്പാടം, ദൈവത്തിൻ്റെ കണ്ണ്, വിലാസിനിയുടെ ഊഞ്ഞാൽ, ഇണങ്ങാത്ത കണ്ണികൾ, അവകാശികൾ, യാത്രാമുഖം, C രാധാകൃഷ്ണൻ്റെ കണ്ണിമാങ്ങകൾ, പുഴ മുതൽ പുഴ വരെ, സ്പന്ദമാപിനികളെ നന്ദി, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, ഒറ്റയടി പാതകൾ, മുമ്പേ പറക്കുന്ന പക്ഷികൾ, തീക്കടൽ കടഞ്ഞ് തിരുമധുരം തുടങ്ങിയ നോവലുകളും, ഈ വാസുവിൻ്റെ ചുവപ്പുനാട, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം, പൊന്നി, യക്ഷി, VT നന്ദകുമാറിൻ്റെ ദൈവത്തിൻ്റെ മരണം, ഉണ്ണികൃഷ്ണൻ പൂതൂരിൻ്റെ ആട്ടുകെട്ടിൽ ആനപ്പക, P വത്സലയുടെ നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തുടങ്ങിയ നോവലുകളും വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. UA ഖാദർ, സാറ തോമസ്, PR ശ്യാമള, PR നാഥൻ തുടങ്ങി ഒട്ടേറെ നോവലിസ്റ്റുകളുണ്ട് ഈ തലമുറകളിൽ. പ്രമേയത്തിലും ആഖ്യാനത്തിലും പാരമ്പര്യവിരുദ്ധമായ നോവലുകളാണ് 1960-കൾക്ക് ശേഷം ആരംഭിച്ച ആധുനികതാ പ്രസ്ഥാനം അവതരിപ്പിച്ചത്. ശിഥിലമായ സമൂഹത്തിൽ ആധികാരിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും മനുഷ്യാസ്തിത്വത്തെക്കുറിച്ചുള്ള സംഘർഷങ്ങളും സ്വത്വപ്രതിസന്ധിയും നിഷേധ ദർശനവും ആധുനികതയുടെ മുഖമുദ്രകളായിരുന്നു. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ആധുനിക നോവലുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്ന് എന്ന നിലയിലാണ് ഖസാക്ക് പരിഗണിക്കപ്പെടുന്നത്. OV വിജയൻ, കാക്കനാടൻ, M മുകുന്ദൻ, ആനന്ദ്, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, P പത്മരാജൻ, മേതിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രധാന ആധുനിക നോവലിസ്റ്റുകൾ. OV വിജയൻ്റെ ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരംഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ തുടങ്ങിയവയും, കാക്കനാടൻ്റെ പറങ്കിമല, ഏഴാം മുദ്ര, ഉഷ്ണമേഖല, ഒറോദ, M മുകുന്ദൻ്റെ ഡൽഹി, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ആവിലായിലെ സൂര്യോദയം, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കേശവൻ്റെ വിലാപങ്ങൾ, VKNൻ്റെ ആരോഹണം, പിതാമഹൻ, ജനറൽ ചാത്തൻസ്, അധികാരം, അനന്തരം, ആനന്ദിൻ്റെ നോവലുകളായ ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, അഭയാർത്ഥികൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ, വ്യാസനും വിഘ്നേശ്വരനും, സേതുവിൻ്റെ പാണ്ഡവപുരം, നിയോഗം, കൈമുദ്രകൾ, നനഞ്ഞ മണ്ണ്, താളിയോല, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സൂര്യൻ, സ്മാരകശിലകൾ, ഖലീഫ, കന്യാവനങ്ങൾ, പരലോകം തുടങ്ങിയവയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളാണ്. 1980-കളുടെ മധ്യത്തോടെ ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായ ഭാവുകത്വം രൂപപ്പെടാൻ തുടങ്ങി. ഉത്തരാധുനികത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നവഭാവുകത്വം ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം ആർജിച്ചു. TV കൊച്ചുബാവയുടെ വൃദ്ധസദനം, പെരുങ്കളിയാട്ടം, CV ബാലകൃഷ്ണൻ്റെ ആയുസ്സിൻ്റെ പുസ്തകം,
ആർ പരമേശ്വരൻ്റെ പ്രകൃതി നിയമം, എൻ പ്രഭാകരൻ്റെ ബഹുവചനം, തിയ്യൂർ രേഖകൾ, എൻ എസ് മാധവൻ്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ആർ ഇന്ദുഗോപൻ്റെ മണൽ ജീവികൾ, സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ്, കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം, കെ പി രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം തുടങ്ങിയ ഒട്ടേറെ നോവലുകൾ ഇക്കാലത്താണ് രൂപപ്പെടുന്നത്. ആധുനികാനന്തര നോവലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ ദേശം, കാലം, ഭാഷ എന്നിവയെയെല്ലാം സമൂർത്തമായാണ് അവതരിപ്പിക്കുന്നത്. ഭാഷയെ തന്നെ പുതുക്കി പണിയുന്നു എന്നതാണ് പുതുകാല നോവലിൻ്റെ പ്രത്യേകത. ഭാവുകത്വപരമായി വിച്ഛേദനം നടത്തുന്നതിനൊപ്പം ആഖ്യാനത്തിലും സൂക്ഷ്മതകൾ നിലനിർത്താൻ ആധുനികാനന്തര നോവലുകൾ ശ്രമിക്കുന്നുണ്ട്. വ്യക്തി കുടുംബചരിത്രം, ലിംഗനീതിയുടെ കാണാക്കാഴ്ചകൾ, തിരസ്കൃതിയുടെ സവിശേഷതകൾ, ഹരിത മാനവികതയുടെ നവചിത്രങ്ങൾ, ആഹ്വാനത്തിൻ്റെ നവലോകങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളെയാണ് ആധുനികാനന്തര നോവൽ പ്രതിനിധാനം ചെയ്യുന്നത്. സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഡി, ഇന്ദുഗോപൻ്റെ S-196°C, അൻവർ അബ്ദുള്ളയുടെ ഡ്രാക്കുള, കെ രഘുനാഥൻ്റെ പാതിരാവൻകര, KR മീരയുടെ കരിനീല, TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, ബെന്യാമൻ്റെ ആടുജീവിതം, സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം തുടങ്ങി എത്രയെത്ര മലയാള നോവലുകളാണ് പിറവിയെടുത്തത്. അജയ് പി മാങ്ങാട്ടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുരയും, ആർ രാജശ്രീയുടെ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥയും, സാറാ ജോസഫിൻ്റെ ബുധനിയും ഒക്കെ ഇത്തരത്തിൽ ശ്രദ്ധേയമായ നോവലുകളാണ്. മലയാള നോവൽ വീണ്ടും വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. പുതിയ സൃഷ്ടികൾ പിറവിയെടുത്തുകൊണ്ടേയിരിക്കുന്നു.